9th സ്റ്റാൻഡേർഡ് മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 16ലുള്ള ക്വസ്റ്റ്യൻ നമ്പർ 2 ആൻഡ് 3 എന്നീ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പേജ് നമ്പർ 16 ക്വസ്റ്റ്യൻ നമ്പർ 2, എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of square and 2 times the side of the equilateral triangle makes 71 centimeters. What are the lengths of the pieces? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ 2 പീസാക്കി മാറ്റിയിട്ട് ഒന്നുകൊണ്ട് ഒരു സ്ക്വയറും അടുത്തത് കൊണ്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളും ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്ക്വയറിന്റെ സൈഡിന്റെ 3 ടൈംസും ഈക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡിന്റെ 2 ടൈംസും കൂടെ ആഡ് ചെയ്താൽ 71 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. എങ്കിൽ ആ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന 2 പീസ് ഉണ്ടല്ലോ, ആ 2 പീസിന്റെയും ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയർ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റിമീറ്റർക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 100 സെന്റിമീറ്റർ. ഈ വയറിനെ 2 പീസാക്കി മാറ്റിയിട്ട് ഫസ്റ്റത്തെ പീസ് കൊണ്ട് ഒരു സ്ക്വയറും രണ്ടാമത്തെ പീസ് കൊണ്ട് ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ, സ്ക്വയറിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് ഈ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ 3 ടൈംസും ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ 2 ടൈംസും കൂടെ ആഡ് ചെയ്താൽ 71 കിട്ടണം. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമുക്ക് എന്താക്കി എടുക്കാം? സ്ക്വയറിൻ്റെ സൈഡ് എക്സും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് വൈയും ആക്കി എടുക്കാം. നമുക്കറിയൂലല്ലോ, അപ്പോൾ ഒന്നിന് എക്സും ഒന്നിന് വൈയും കൊടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്ത് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത് ഈ സൈഡിൻ്റെ 3 ടൈംസ്, അപ്പോൾ 3x പ്ലസ് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ 2 ടൈംസ്, അപ്പോൾ 2y കൂടെ ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 71 സെൻറ്റിമീറ്റർ കിട്ടണം. ഒരു ഇക്വേഷനായി. ഇനി അടുത്തൊരു ഇക്വേഷന് നമുക്ക് ഇവിടെ നമ്മൾ ഈ സ്ക്വയർ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത ഈ വയറിൻ്റെ ടോട്ടൽ ലെങ്ത്തും ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത വയറിൻ്റെ ടോട്ടൽ ലെങ്ത്തും കൂടെ ആഡ് ചെയ്താൽ ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ദി വയർ ആണല്ലോ വേണ്ടത്, അതായത് 100 സെൻറ്റിമീറ്റർ ആണല്ലോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ, അതായത് 4x. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ പെരിമീറ്റർ, അതായത് 3y. അപ്പോൾ ഈ 4x 3y കൂടെ ആഡ് ചെയ്താൽ 100 സെൻറ്റിമീറ്റർ കിട്ടണമല്ലോ, 1 മീറ്റർ, അതായത് 100 സെൻറ്റിമീറ്റർ കിട്ടണം. ഇപ്പോൾ നമുക്ക് 2 ഇക്വേഷനായി. ഇനി ഈ 2 ഇക്വേഷനും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മതി, നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ എന്തൊക്കെയാണ്? 3ഉം 4ഉം. അതുപോലെ വൈയുടെ കോഎഫിഷ്യൻസുകളോ 2ഉം 3ഉം. 2 കോഎഫിഷ്യൻസുകളും ഈക്വൽ അല്ല. എക്സ് കോഎഫിഷ്യൻസുകളും ഈക്വൽ അല്ല, വൈ കോഎഫിഷ്യൻസുകളും ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കോഎഫിഷ്യൻസുകൾ ഈക്വൽ ആക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ഈ വൈയുടെ കോഎഫിഷ്യൻസുകൾ ഈക്വൽ ആക്കാം. അപ്പോൾ 2ൻ്റെയും 3ൻ്റെയും LCM എന്താണ്? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? 6 അല്ലേ? അപ്പോൾ ഈ 2നെ 6 ആക്കണം എന്നുണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 3നെ 6 ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടാമത്തെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ട് 2 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ വൈയുടെ കോഎഫിഷ്യൻസുകൾ 2 ഇക്വേഷനകത്തും 6 ആയി മാറും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 മൾട്ടിപ്ലൈഡ് ബൈ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 3 × 3 9x പ്ലസ് 3 × 2 6y is equal to 3 × 71 71 × 3 1 × 3 3 3 × 7 21. സോ 2 1 3. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നമ്പർ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 × 4 8x പ്ലസ് 2 × 3 6y is equal to 2 × 100 200. ഇത് ഇക്വേഷൻ നമ്പർ 3, ഇത് ഇക്വേഷൻ നമ്പർ 4. ഇനി നമ്മൾ ഏത് ഇക്വേഷൻ ഏതാ സബ്ട്രാക്ട് ചെയ്യേണ്ടത്? മൂന്നാമത്തെ ഇക്വേഷനകത്തുനിന്ന് നാലാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. ഇവിടെ 213 ഇതാണ് ബിഗർ 200-നേക്കാളും. അപ്പോൾ ഇതിന്ന് 200 കുറച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ കിട്ടുക. അതുപോലെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 9 ആണ്, ഇവിടെ 8 ആണ്, ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. ഇക്വേഷൻ നമ്പർ 3ന്ന് ഇക്വേഷൻ നമ്പർ 4 സബ്ട്രാക്ട് ചെയ്യാം. 9x 8x പോയാൽ 1x ഉണ്ടാവും, പ്ലസ് 6y 6y പോയാൽ 0, 230 200 പോയാൽ 13. അപ്പോൾ x is equal to
13. സ്ക്വയറിൻ്റെ സൈഡ് ലെങ്ത് നമുക്ക് കിട്ടി 13 അല്ലേ. ഇനി ഈ എക്സ് ഇസ് ഈക്വൽ ടു 13 ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുത്താൽ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് തന്നെ കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 13 ഇൻ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷൻ 3 ഇൻറ്റു എക്സിൻ്റെ പൊസിഷനിൽ 13 പ്ലസ് 2y ഇസ് ഈക്വൽ ടു 71. സോ 3 ഇൻറ്റു 13 39 പ്ലസ് 2y is equal to 71. 2y is equal to 71 minus 39. So 2y is equal to 32. So y is equal to 32 by 2, that's equal to 16. അപ്പോൾ yയുടെ വാല്യൂ നമുക്ക് കിട്ടി. അതായത് ഈ സ്ക്വയറിൻ്റെയും ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡ് ലെങ്ത്തുകൾ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ രണ്ട് പീസിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ക്വയറിൻ്റെ പെരിമീറ്റർ അല്ലേ. രണ്ടാമത്തെ പീസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ പീസസ് is equal to ഫസ്റ്റത്തെ 4x. 4x is equal to 4 into 13. That's equal to 52 centimeter. ഇനി രണ്ടാമത്തെ പീസിൻ്റെ ലെങ്ത് 3y. That is equal to 3 into yയുടെ വാല്യൂ 16. That is equal to 3നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 48 കിട്ടും. 48 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 1 മീറ്റർ ലെങ്ത് ഉള്ള ഈ വയറിനെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? 52 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്ററും ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 16, ക്വസ്റ്റ്യൻ നമ്പർ 3. 4 years ago, Rahim's age was 3 times the age of Ramu. After 2 years, this would become 2 times. What are their ages now? ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത് 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിരുന്നു. ഇനി 2 വർഷം കഴിയുമ്പം റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് ആകും. എങ്കിൽ റഹീമിൻ്റെയും രാമുവിൻ്റെയും ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടാളെ ഏജും നമുക്കറിയില്ല. ഒന്ന് എക്സും ഒന്ന് വൈയും ആക്കിയെടുക്കാം. റഹീമിൻ്റെ ഏജ് എക്സും രാമുവിൻ്റെ ഏജ് വൈയും ആക്കിയെടുക്കാം. നമുക്ക് പ്രസൻറ്റ് ഏജാണ്, ഇപ്പോഴത്തെ ഏജാണ് എക്സും വൈയും. ഇനി എന്താ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുള്ളത്? 4 വർഷം മുമ്പ് ഈ റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിരുന്നു എന്ന്. അപ്പോൾ 4 വർഷം മുമ്പ് രണ്ടാളുടെ ഏജ് എന്തായിരിക്കും? 4 years ago റഹീമിൻ്റെ ഏജ് എന്തായിരിക്കും? ഇപ്പത്തേനേക്കാളും 4 കുറവാകുമല്ലോ, അതായത് x-4 ആകും. അതുപോലെ തന്നെ രാമുവിൻ്റെ ഏജ് എന്തായിരിക്കും? ഇപ്പത്തേനേക്കാളും 4 കുറവായിരിക്കും, അതായത് y-4 ആയിരിക്കും. ഇനി ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുള്ളത് 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആയിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് x-4, ഇതെന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 3 ടൈംസ് ആണ്. രാമുവിൻ്റെ ഏജ് y-4. x-4 is equal to 3 into y-4. ഇനി ആഫ്റ്റർ 2 years റഹീമിൻ്റെ ഏജ് എന്തായിരിക്കും? ഇപ്പത്തേനേക്കാളും 2 കൂടുതലാവുമല്ലോ. ഇപ്പത്തെ ഏജ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ 2 year ആകുമ്പോൾ x+2 ആകും. അതുപോലെ രാമുവിൻ്റെ ഏജോ ഇപ്പത്തേനേക്കാളും 2 കൂടും. ഇപ്പോൾ y ആണുള്ളത്. ഇനി 2 വർഷം ആകുമ്പം y+2 ആയി മാറും. ഇനി ഇവർ രണ്ടുപേരുടെയും ഏജിൻ്റെ അപ്പത്തെ റിലേഷൻ എന്താണ്? ഈ റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ് ആണ്. റഹീമിൻ്റെ ഏജ് x+2, ഇത് രാമുവിൻ്റെ ഏജിൻ്റെ 2 ടൈംസ്. സോ 2 into y+2. ഓക്കെ, ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എക്സും വൈ ഉള്ള ഒരു ഇക്വേഷൻ ആക്കിയെടുക്കാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ x-4 is equal to 3 into y, 3y minus 3 into 4, 12. സോ എക്സ് വൈനെ ലെഫ്റ്റിക്ക് കൊണ്ടുപോകുമ്പോൾ -3y is equal to ഈ 4നെ റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ +4 ആയി മാറും. സോ -12 + 4. സോ x-3y is equal to വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈന്. ഇവിടെ 12 4 പോയി കഴിഞ്ഞാൽ 8, -8 ആയിരിക്കും കിട്ടുക. വലുതിൻ്റെ സൈന് മൈനസാണ്. ഇനി അതേപോലെ ഇക്വേഷനെ നമുക്ക് ഉണ്ടാക്കാം. x+2 ഈക്വൽ ടു 2 കൊണ്ട് വൈനെ മൾട്ടിപ്ലൈ ചെയ്താൽ 2y + 2 into 2 4. സോ എക്സ് 2yനെ ലെഫ്റ്റ് കൊണ്ടുമ്പം -2y is equal to
4. ഈ 2നെ റൈറ്റ് കൊണ്ടുപോകുമ്പോൾ -2. സോ എക്സ് -2y ഇസ് ഈക്വൽ ടു 4 2 പോയാൽ 2. രണ്ട് ഇക്വേഷനായി. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഇക്വേഷനും അടുത്ത് എഴുതാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷന് എക്സ് -2y ഇസ് ഈക്വൽ ടു 2. ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും കോഎഫിഷ്യൻറ്റുകൾ എന്താണ്? ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ വൈയുടെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1ഉം -3യും. 1 -3. രണ്ടാമത്തെ ഇക്വേഷനകത്ത് 1ഉം -2ഉം. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസുകൾ സെയിം ആണല്ലേ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് അടുത്ത ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സിൻ്റെ ടേം പോയി കിട്ടും. നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനകത്ത് നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന്ന് എക്സ് പോയാൽ 0, -3ന്ന് -2 സബ്ട്രാക്ട് ചെയ്യണം. അതായത് -3y -2yനെയാണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം -8ന്ന് 2 സബ്ട്രാക്ട് ചെയ്യണം. ഇനി ഇവിടെ നോക്കൂ, -3y. ഇവിടെ രണ്ട് നെഗറ്റീവ് ഉണ്ടല്ലോ. രണ്ട് നെഗറ്റീവ് ഒരുമിച്ച് വന്നാൽ എന്തായി മാറും? പോസിറ്റീവായി മാറും. സോ +2y ഇസ് ഈക്വൽ ടു, രണ്ടും നെഗറ്റീവ് നമ്പറാണ്. രണ്ട് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്യുക. കോമൺ നെഗറ്റീവ് സൈന് കോമൺ ആണ്, അത് ഇട്ട് കൊടുക്കുക. സോ -10. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒന്ന് -3yയും ഒന്ന് +2yയും ആണ്. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആകുമ്പോൾ വലുതിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ 3ന്ന് 2 കുറയ്ക്കുക, വലുതിൻ്റെ സൈനായ നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ -y ഇസ് ഈക്വൽ ടു -10. രണ്ട് സൈഡിലും നെഗറ്റീവ് ഉണ്ട്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ y ഇസ് ഈക്വൽ ടു 10 എന്ന് കിട്ടും. y ഇസ് ഈക്വൽ ടു 10, അതായത് ആരുടെ ഏജാ? രാമുവിൻ്റെ ഏജ് 10 വയസ്സാണെന്ന് കിട്ടി. ഇനി റഹീമിൻ്റെ ഏജും കൂടെ കിട്ടണം. ഏതെങ്കിലും ഒരു ഇക്വേഷനകത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഇക്വേഷനകത്ത് കൊടുക്കാം. y ഇസ് ഈക്വൽ ടു 10 ഇൻ ഇക്വേഷൻ നമ്പർ 2നകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് -2 ഇൻറ്റു വൈയുടെ വാല്യൂ 10 ഈക്വൽ ടു 2. സോ എക്സ് 2 ഇൻറ്റു 10 20 ആവും. അപ്പോൾ 2 മൈനസ് ഈ -20നെ റൈറ്റിക്ക് കൊണ്ടുപോകുമ്പോൾ +20. സോ എക്സ് ഇസ് ഈക്വൽ ടു 22. അപ്പോൾ റഹീമിൻ്റെ ഏജ് എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് 22. അപ്പോൾ റഹീമിൻ്റെ പ്രസൻറ്റ് ഏജ് കേട്ടോ, ഇപ്പോഴത്തെ ഏജാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. റഹീമിൻ്റെ ഏജ് എക്സ് എന്ന് പറയുന്നത് 22 ഇയേഴ്സ്. രാമുവിൻ്റെ ഏജ് വൈ എന്ന് പറയുന്നത് 10 ഇയേഴ്സ്.